ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുന്നേ ആരെങ്കിലും നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പമുള്ള ചെറിയ ബെൽ ബട്ടനും പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് ഞാൻ ഇനിയും നല്ല നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എന്താണ് ഗോൾസ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്നും അതുപോലെ ഗോൾസ് എങ്ങനെ അച്ചീവ് ചെയ്യാമെന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഗൈഡാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എൻ്റെ വീഡിയോസ് സ്ത്രീകളെയും അതുപോലെ വീട്ടമ്മമാരെയൊക്കെ ഫോക്കസ്ഡ് ആയിട്ടുള്ളതാണ്. എന്നാലും ഇത് വിദ്യാർത്ഥികൾ കൂടി സ്റ്റുഡൻസിനൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അല്ലാത്തവരിത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്തൊന്നും പോകണ്ട, തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. പുതുവർഷമായാൽ എല്ലാവരും തന്നെ റെസൊല്യൂഷൻസും ഗോൾസൊക്കെ സെറ്റ് ചെയ്യും. റെസൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങളാണ്. പക്ഷേ ഗോൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും തന്നെ ഗോൾസ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് ഇപ്പോൾ പ്രായമെന്നോ വീട്ടമ്മയാണെന്നോ അങ്ങനെ ഒന്നുമില്ല. ഇപ്പോൾ വീട്ടമ്മമാരായ വിചാരിക്കും കുട്ടികളുണ്ട്, നമ്മുടേതൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒന്നുമില്ല, അങ്ങനെയുള്ള ചിന്തയാണ് കൂടുതലും വീട്ടമ്മമാരായി കഴിഞ്ഞാൽ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്തകളൊക്കെ മാറ്റി വെച്ചിട്ട് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ടൊന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ നേടിയെടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഗോൾസ് ആയിട്ട് പറയുന്നത്. അതിപ്പോൾ ഹെൽത്ത്, കരിയർ, ഹാപ്പിനെസ്, മണി, സക്സസ്, ഇതൊക്കെ നമുക്ക് ഗോൾസ് ആയിട്ട് പറയാം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുന്നത്. പക്ഷെ അതിനു വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മൾ ആഗ്രഹിച്ച രീതിയിലോട്ട് നമ്മൾ മെല്ലെ മെല്ലെ മാറി തുടങ്ങുന്നത്. വെറുതെ ആഗ്രഹിച്ചത് കൊണ്ടോ ഗോൾ സെറ്റ് ചെയ്തത് കൊണ്ടോ ഒന്നും മാത്രം നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല. ഗോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ലോങ് ടേം ഗോൾസും ഉണ്ട്, ഷോർട്ട് ടേം ഗോൾസും ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് ഡയറക്ഷൻസ് കാണിച്ചു തരുന്നത്. നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള കറക്റ്റായ ഡയറക്ഷൻ കാണിച്ചു തരുന്നത് നമ്മുടെ ഗോൾസ് ആണ്. കറക്റ്റായി ഗോൾ സെറ്റ് ചെയ്യാൻ അറിയാത്തതും അതുപോലെ ക്ലാരിറ്റി ഇല്ലാത്തതും വ്യക്തമായൊരു പ്ലാനിങ് ഇല്ലാത്തതും കൊണ്ടൊക്കെയാണ് നമുക്കതൊരു അച്ചീവ് സെറ്റ് ചെയ്യാനും അറിയാത്തത്. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി ഒരു കറക്റ്റ് പ്ലാനിങ് ആണ് ഞാൻ ഇതിൽ ഗോൾസിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഈ ഗോൾ സെറ്റ് ചെയ്തതിന് പിന്നിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു സ്ട്രോങ് ആയിട്ട് ഒരു റീസൺ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഗോൾസ് ആയിരിക്കും നമുക്ക് തീർച്ചയായിട്ടും അച്ചീവ് ചെയ്യാനും കഴിയുന്നത്. അപ്പോൾ അതിന് സ്ട്രോങ് ആയിട്ടുള്ള റീസൺ തന്നെ നിങ്ങൾ കണ്ടെത്തിയിരിക്കണം. ഗോൾസ് നമുക്ക് 5ആയിട്ട് തരംതിരിക്കാം. ഒന്നാമതായിട്ട് ഗോൾസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിയർ ഗോൾസ്, അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഫിനാൻഷ്യൽ ഗോൾ, പിന്നെ 3 പേഴ്സണൽ ഗോൾ, അതുപോലെ സ്പിരിച്വൽ ഗോൾ, 5ാമത്തത് റിലേഷൻഷിപ്പ് ഗോൾ. ഇങ്ങനെയാണ് 5 ഗോൾസ് ഉള്ളത്. ഇതിൽ നമുക്ക് വീണ്ടും ഈ കരിയർ ഗോളിനെ നമുക്ക് വീണ്ടും ഡിവൈഡ് ചെയ്യാം. അത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചിട്ടായിരിക്കും. നമ്മൾ ഗെറ്റ് എ ഡിഗ്രി, നമുക്ക് ജോബ് കിട്ടുന്നത്, അതുമാതിരി ജോബിൽ ഇമ്പ്രൂവ്മെൻ്റ് ആവുന്നത്, നമുക്ക് പ്രൊമോഷൻ കിട്ടുന്നത്, അതുപോലെ തന്നെ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇതൊക്കെയാണ് നമ്മുടെ കരിയർ ഗോൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഗോളാണ്. ഫിനാൻഷ്യൽ ഗോളായിട്ട് നമ്മൾ സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ അതിലാണ് നമ്മൾ മണി മേക്ക് ചെയ്യണതും നമുക്ക് സ്വന്തമായി വീടുണ്ടാക്കുന്നതും അതുപോലെ ലാർജ് പർച്ചേസിങ് നടത്തുന്നതൊക്കെ ഈ ഫിനാൻഷ്യൽ ഗോളിലാണ് വരുന്നത്. അപ്പോൾ കരിയർ ഗോളിൽ നമ്മളെ ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ, ജോബിൽ ഇമ്പ്രൂവ്മെൻറ്റ്, അങ്ങനെ ആയിട്ട് നമ്മൾ കരിയറിൽ നമ്മൾ സെറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഗോളാണെങ്കിൽ അത് അങ്ങനെ സെറ്റ് ചെയ്യുക. മൂന്നാമത്തെ നമ്മൾ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഗോളാണ്. പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലായിട്ടുമുണ്ട് മെൻ്റലായിട്ടുമുണ്ട്. അതായത് ഫിസിക്കൽ അപ്പിയറൻസിൽ നമ്മൾ ഗോൾസ് വരുത്തുക, നമ്മുടെ സ്കിൻ കെയർ, ഹെയർ കെയർ, അങ്ങനെ ഫിസിക്കലായിട്ട് നമ്മൾ പേഴ്സണലി ചേഞ്ച് ചെയ്യുക, സെൽഫ് കെയർ ആയിരിക്കുക. പിന്നെ മെൻ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യുക. അതെങ്ങനെയാ വെച്ചാൽ കോൺഫിഡൻ്റ് ആയിരിക്കുക, പ്രൊഡക്റ്റീവ് ആയിരിക്കുക, ഓർഗനൈസ്ഡ്, അതുപോലെ നല്ല ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക, നമ്മളെ മോർണിംഗ് റൂട്ടീനൊക്കെ കൃത്യമായിരിക്കും. സ്പിരിച്വൽ ഗോളാണ്. സ്പിരിച്വൽ ഗോൾ എന്ന് പറഞ്ഞാൽ അതിൽ റിലീജിയസ് ആയിട്ടും നമ്മൾ ഹെൽപ്പിങ്, പ്രയർ, ബിലീവ്, നമ്മളെ വിശ്വാസങ്ങൾ, അതൊക്കെയാണ് സ്പിരിച്വൽ ഗോളിൽ വരുന്നത്. നമ്മളെ മതപരമായ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ 5ാമത്തെ റിലേഷൻഷിപ്പ് ഗോളാണ്. റിലേഷൻഷിപ്പ് ഗോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഫാമിലിയായി ബന്ധപ്പെട്ടാണ്. ഗെറ്റ് മാരീഡ്, നമുക്ക് ചിൽഡ്രൻ ഉണ്ടാവുക, അതുപോലെ സ്പൗസ്, കിഡ്സ്, ഹസ്ബൻഡ്, അങ്ങനെ സ്പെൻഡ് മോർ ടൈം വിത്ത് ഫാമിലി, നമ്മൾ ഫാമിലിയായിട്ടും അങ്ങനെയുള്ള ഗോളാണ് റിലേഷൻഷിപ്പ് ഗോൾ എന്ന് പറയുന്നത്. അപ്പോൾ 5 തരത്തിലുള്ള ഗോൾസാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് ഗോൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമായ ഗോൾസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠിച്ച് നല്ല മാർക്ക് വാങ്ങിക്കുക, നല്ലൊരു പ്രൊഫഷൻ, നല്ലൊരു ജോബ് സെറ്റ് ചെയ്യുക എന്നുള്ളതാവും ഗോൾസായി കണക്കാക്കുന്നത്. എന്നാൽ ഒരു സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക, നമ്മുടെ ഫാമിലിക്ക് ഒരു സപ്പോർട്ട് ആവുക,
അങ്ങനെയാണ് സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഗോള്. അപ്പോൾ പലർക്കും പലതരത്തിൽ ഗോൾ സെറ്റ് ചെയ്യാം. നമ്മൾ പേഴ്സണൽ ഡെവലപ്പായിട്ട് ഗോൾ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാത്ത തരത്തിലാണെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുമെന്നും വിചാരിക്കുന്നു. അങ്ങനെ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വർഷാവസാനം വരേക്കും നമ്മൾ ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് കൊണ്ടുപോകണം. ഫസ്റ്റ് മന്ത് മാത്രം എല്ലാം കറക്റ്റായി ചെയ്ത് പിന്നീട് അത് നമ്മൾ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്ന ഒരു തരത്തിലുള്ള ഗോൾ സെറ്റ് ചെയ്യലാവരുത് ഒരിക്കലും. നിങ്ങൾ ബെസ്റ്റ് ആവണം, നിങ്ങൾ നെക്സ്റ്റ് ഇയർ ബെസ്റ്റ് ഇയർ ആവണം എന്നൊക്കെ ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഗോൾസ് കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ട് അതിനുവേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടായിരിക്കും. അങ്ങനെയാണ് ശാസ്ത്രം വരെ തെളിയിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട ഗോൾസൊക്കെ കറക്റ്റായിട്ട് എഴുതിയെടുത്ത് അത് 100% നിങ്ങൾക്ക് അച്ചീവ് ചെയ്യണമെന്ന് മനസ്സിൽ നിങ്ങൾ ഉറപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. ഞാൻ 2 വർഷമായിട്ട് ഇതുപോലെയുള്ള ചേഞ്ചസ് ഒക്കെ വരുത്തിയപ്പോൾ ഗോൾ സെറ്റ് ചെയ്തപ്പോൾ എനിക്കിതുപോലെ നിങ്ങളുടെ മുന്നിൽ എൻ്റെ അറിവുകളൊക്കെ ഷെയർ ചെയ്യാൻ വരെ കഴിഞ്ഞത് അതുകൊണ്ടാണ്. ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വികസനത്തിന് ഭൗതികമായ വിദ്യാഭ്യാസം അതോടൊപ്പം തന്നെ മതപരമായ വിദ്യാഭ്യാസം അത്യാവശ്യമാണ്. അപ്പം നിങ്ങളുടെ ഈ ഗോൾസിനൊക്കെ നിങ്ങൾ മൊത്തമായിട്ട് വിഴുങ്ങാതെ നിങ്ങൾ പ്ലാനിങ് ഉണ്ടാക്കിയിട്ട് ഡിവൈഡ് ഇയർലി ഗോളിനെ നമ്മൾ മന്ത്ലി ഗോളാക്കുക, മന്ത്ലി ഗോളിനെ വീക്കിലി ഗോൾ, അതുപോലെ ഡെയിലി ഗോളാക്കുക. അപ്പോൾ ഞാൻ 2021 ഒരു പ്ലാനർ ചെയ്തൊരു വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡെയിലി ചെറിയ ആക്ഷനിലൂടെ നമ്മുടെ ചെറിയ പ്രവൃത്തിയിലൂടെയാണ് നമുക്ക് ഗോൾസൊക്കെ അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുക. അതിനുവേണ്ടി നമ്മൾ ആദ്യം നമുക്ക് കൊടുത്ത വാക്ക് തന്നെ പാലിക്കുക, നമ്മളെ തന്നെ ഇഷ്ടപ്പെട്ടു തുടങ്ങുക. ഇതുപോലെ പേഴ്സണൽ ഗോൾസ്, നിങ്ങൾക്ക് വേണ്ട ഗോൾസൊക്കെ നിങ്ങൾ സെറ്റ് ചെയ്യുക. അങ്ങനെ ഒരു ഹാപ്പി ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പമുള്ള ചെറിയ ബെൽ ബട്ടണും പ്രസ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇനിയും നല്ല വീഡിയോസ് ചെയ്യാനും എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നത് നിങ്ങളുടെ കമൻറ്റിലൂടെയാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കണം. കണ്ടുപോകാതെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ നേർന്നുകൊണ്ട് ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.